നിങ്ങളുടെ സ്വന്തം വേങ്ങരക്കാരൻ. ഞാൻ ഇന്നലെ വേങ്ങര കൂരിയാട് റൂട്ടിലാണ്. ഇവിടെ തന്നെ കൃഷി ചെയ്ത പച്ചക്കറികൾ വിൽക്കുന്ന ഒരു കടയിലാണ് ഞാൻ ഇന്നുള്ളത്. അപ്പോൾ ഇവിടെ സാധനം വാങ്ങാവുന്ന ഒരു സാറുണ്ട്, അദ്ദേഹത്തോടെ തന്നെ നമ്മൾ ചോദിക്കാം നമ്മുടെ നാട്ടുപുറത്ത് ഉണ്ടാക്കിയ പച്ചക്കറിൻ്റെ ഒരു മൂല്യം എത്രത്തോളം എല്ലാവർക്കും വരാമെന്ന് പറയാം. നമസ്കാരം, എൻ്റെ പേര് നാരായണനാണ്. ഞാനൊരു ഡിഫൻസ് ബാക്ക്ഗ്രൗണ്ടായിട്ടുള്ള ഒരാളാണ്. ഞാനിപ്പോൾ മോനെ വേങ്ങര അങ്ങാടിയിൽ നിന്നിപ്പം അങ്ങോട്ട് വരുന്ന സമയത്താണ് പച്ചക്കറികൾ നല്ല നല്ല നമ്മളെ പാടത്തു നിന്നുള്ള ഈ മരുന്നൊന്നും ഉപയോഗിക്കാത്തില്ല നല്ല പച്ചക്കറികൾ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം വിഷുവൊക്കെ വരുന്നത്, ആഘോഷങ്ങളൊക്കെ വരുന്നത്. എല്ലാവരും ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ രീതി ആണ് ഉപയോഗിക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ അമ്മേൻ്റെ ഏടത്തിനോടെ വന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നല്ല സാധനം ഇവിടെ കണ്ടപ്പോഴാണ് ഇവിടെ വന്ന് ഇറങ്ങിയത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വെള്ളരിയും മത്തനൊക്കെ എടുത്തത്. നമ്മുടെ നാട്ടിൻപുറത്ത് ഇതേപോലെ വയലോരങ്ങളിലൊക്കെ ഇതേപോലെ നല്ല സാധനങ്ങൾ, ചീരയായാലും വെണ്ടയായാലും എല്ലാ സാധനവും അവിടെ പ്യൂർ സാധനമാണ്. ഇത്തരം സാധനങ്ങൾ നമ്മൾ വാങ്ങി ഉപയോഗിച്ചാൽ നമുക്ക് നമ്മുടെ ശരീരത്തിനും നാട്ടുകാർക്കും എല്ലാവർക്കും ഗുണം ചെയ്യും. 10 രൂപ വില കൂടിയാലും നമുക്ക് നല്ല നല്ല ഭക്ഷണമായിട്ട് കഴിക്കാൻ പറ്റും. ആ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് അത് വാങ്ങി നമ്മളെല്ലാവരും ഈ കാര്യം എങ്ങനെ അനുവർത്തിക്കണം. നമ്മുടെ നാട്ടിലെ നല്ല സാധനങ്ങൾ ഇതേപോലെ കാണുമ്പോൾ വാങ്ങി നമ്മളെ ഈ ചെറുകിട കൃഷിക്കാർക്കും കർഷകർക്കും ഒക്കെ വലിയ ആശ്വാസം കിട്ടുന്നു. അവർക്കൊരു ജോലി, അവർക്കൊരു നേരത്തെ ഭക്ഷണത്തിനുള്ള കാര്യങ്ങളാവും, നമുക്ക് ഭക്ഷണമാവും. അത് നല്ല കാര്യമായിട്ടാണ് ഇത് കിട്ടുന്നത്. അപ്പം നമ്മളെ കൂടെ നമ്മളെ ഈ സ്ഥാപനത്തിൻ്റെ ഓണറുണ്ട്. അപ്പോൾ നിങ്ങളെ ഈ ഒരു പച്ചക്കറി ഈ നാട്ടിൽ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഇതിപ്പോൾ ഒരു 1.5-2 വർഷത്തോളമായി നമ്മൾ തുടങ്ങിയിട്ട്. ഇത് മെയിനായിട്ട് നമ്മളെന്താ വെച്ചാൽ കോഴിക്കാട്ടൻ ചാണകം ഇതൊക്കെ പൊടികളിട്ടിട്ട് പ്രകൃതിയാൽ ഉണ്ടാക്കിയത്, കൂടുതൽ ഒരൊറ്റ ഇംഗ്ലീഷ് വളമീൻ കൂടാതെ നല്ല നല്ല നിലക്ക് ശരീരം കാത്തു സൂക്ഷിക്കുക എന്നുള്ള നിലക്ക് നമ്മളെന്താ വെച്ചാൽ ഇവിടെ പിന്നെ നാടൻ പച്ചക്കറികൾ, മെയിനായിട്ട് നാടൻ പച്ചക്കറികൾ കൊടുക്കുക. എല്ലാവരും എന്താ വെച്ചാൽ ഇപ്പോൾ കൂടുതൽ രോഗങ്ങളാണ് വരുന്നത്. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും ഈ കർണാടകയിൽ നിന്നൊക്കെ വരുന്ന പച്ചക്കറികൾ കൂടുതലും വിഷം അടിച്ചിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നല്ല നാടൻ പച്ചക്കറി ഇവിടെ ഉണ്ടാക്കിയ മുതൽ മാത്രമേ ഉള്ളൂ. ചേന എല്ലാം പ്രകൃതി. ഇവിടെ എന്താ വെച്ചാൽ ഈ നമ്മളെ മണ്ണിൽ ഉണ്ടാക്കിയ നല്ല നല്ല പച്ചക്കറികൾ മാത്രം, നല്ല ഫ്രഷ് പച്ചക്കറികൾ, മരുന്നടിക്കാത്ത. എല്ലാവരും പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടു. എന്താ വെച്ചാൽ നമ്മളെ നാട്ടിലുള്ള നാടൻ വിഭവങ്ങൾ കഴിക്കാൻ എല്ലാവരും ശ്രമിക്കുക. എന്തെന്നാൽ പെട്ടെന്നുള്ള മരണങ്ങൾ, അതുപോലെ തന്നെ ക്യാൻസർ രോഗങ്ങളൊക്കെ കൂടുതലായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം നമ്മുടെ നാട്ടിൽ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ പച്ചക്കറികൾ ഉണ്ടാക്കുക. പറ്റുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള പുറത്തുനിന്ന് വരുന്ന പച്ചക്കറികൾ അത് നമ്മൾ കഴിക്കാതെ നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി നാട്ടിൽ നിന്ന് ഭക്ഷണങ്ങൾ കഴിക്കാൻ നോക്കുക. വേങ്ങര കൂരിയാട് പോകുന്ന റൂട്ടിലാണ് ഈ ഒരു ഷോപ്പ് ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു.